21 ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഡേ റെഡിയായി എല്ലാം സെറ്റ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കല്യാണ പെണ്ണ്, നല്ല കോസ്റ്റ്യൂം, നല്ല ജ്വല്ലറി, മുല്ലപ്പൂ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മുതൽ എനിക്ക് മനസ്സിലായി പാളി. കാരണം പറ്റില്ല, പുറത്തിറങ്ങിയ ചൂട്, അകത്ത് കാരണം ഒരുപാട് എല്ലാ ഈ പടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാതെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ, എല്ലാ ആർട്ടിസ്റ്റും. അപ്പോൾ ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാവരും വെച്ച് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പം മിക്ക സമയങ്ങളിൽ നമ്മൾ ക്യാരവാനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ബോറടിക്കും, പുറത്തേക്ക് ഇറങ്ങും. അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് ഇത്രയും സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. കാരണം ആ ചെയ്യുന്ന രീതി, അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു. അപ്പം അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ കൂടി ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ബേസിലേട്ടൻ്റെ വധു എന്ന് പറയുന്ന, വധു എന്ന് മാത്രമല്ല പേരായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പം നമ്മൾ എൻ്റെ സീൻ എടുത്ത് എൻ്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആളെനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറ ഇപ്പുറത്ത് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരും. സോ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു, അത്രയും സെറ്റായിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ നാളെ റിലീസായിട്ട് അങ്ങനെ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞു, അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ. നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ്. ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ബിക്കോസ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിലിം മെയ്ഡ് യു ഫീൽ. അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എനിക്ക് ശുഭപ്രതീക്ഷ. അമ്മയ്ക്ക് പ്രത്യേകിച്ചും, കാരണം ഈ പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമറക് ബ്രാൻഡിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അമ്മയോട് ചോദിക്കാം. ചേട്ടാ, പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ ഒരു സെലിബ്രേറ്റ് മൂവി ആയിരിക്കും ഇത്, സെലിബ്രേഷൻ മൂവി ആയിരിക്കും. ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് അതെ, ഞാൻ ആ കാര്യത്തിൽ വലിയ ഭയങ്കര അഭിമാനിക്കുന്നു. ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ്, ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് E4 Entertainment ഉണ്ട്, കൂടെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസും ഇപ്പോൾ ഈ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ ഒരു ഭംഗി. ഉറപ്പായിട്ടും ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരട്ടെ, ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയാകട്ടെ റിലീസിന് ശേഷവും.